പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. കപടനാട്ടുകാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോട് കൂടി അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വച്ച് തന്നെ അവനുമായി രമ്യപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്നും പുറത്തു വരികയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മോട് ആവശ്യപ്പെടുന്നതും നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കുന്നതിന് വേണ്ടി തന്നെ, യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതിന് വേണ്ടി തന്നെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ടും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ടും മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുവാനായിട്ടും പരിശ്രമിക്കാം. കാരണം നമ്മുടെ ഉള്ളിൽ നിന്നും എന്ത് വെളിയിലോട്ട് വരുന്നുവോ അത് തന്നെയായിരിക്കും മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്നത്. നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ അത് ബാധിക്കാം. നമ്മൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അസൂയ തോന്നുന്ന വ്യക്തിയാണെങ്കിൽ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മാറ്റുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്ത് തന്നെ വെളിയിൽ നിന്നും അകത്തോട്ട് പോയാൽ തന്നെയും അതെങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. അതിനനുസരിച്ച് നമ്മൾക്ക് ജീവിക്കാം. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.